ബലാത്സംഗ കേസിൽ റാപ്പർ വേടന് മുൻകൂർ ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യം നിലവിലില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. അടുത്ത മാസം 9-ന് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകാനും വേടന് കോടതി നിർദ്ദേശം നൽകി. ബലാത്സംഗ കേസിൽ റാപ്പർ വേടന് ആശ്വാസം. അറസ്റ്റ് ചെയ്താലും ജാമ്യത്തിൽ വിടണമെന്നാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ഉത്തരവ്. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കാനാണ് നിർദ്ദേശം. അടുത്ത 9-ന് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ വേടൻ ഹാജരാകണം. പരാതിക്കാരിയും വേടനും തമ്മിൽ നേരത്തെ അടുപ്പത്തിലായിരുന്നു. ബന്ധത്തിൽ വിള്ളലുണ്ടാകുമ്പോൾ അത് ബലാത്സംഗമായി കണക്കാക്കാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു. വേടന്റെ കേസിൽ ഹൈക്കോടതി ആന്റിസിപ്പേറ്ററി ബെയിൽ ഗ്രാന്റ് ചെയ്തു. അത് എലോബറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് ഗ്രാന്റ് ചെയ്തത്. ഈവൻ അക്കോർഡിംഗ് ടു ദ ഡിഫാക്ടോ കംപ്ലൈനന്റ് വളരെ ലോങ് ലിവിംഗ് റിലേഷൻഷിപ്പ് ആയിരുന്നു എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു സ്റ്റേജ് വന്നപ്പോൾ ഒരു 4 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇപ്പോഴത്തെ കേസ് കൊടുക്കുന്നത്. ആ ആസ്പെക്റ്റാണ് മെയിനായിട്ട് കൺസിഡർ ചെയ്തത്. അതേസമയം വേടനെതിരെ സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത ലൈംഗികാതിക്രമ കേസിൽ ഉടൻ അറസ്റ്റ് ഉണ്ടാകില്ല. പരാതിക്കാരിയുടെ മൊഴിയെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. അടുത്ത കേസിൽ നമുക്ക് ഒരു മെയിൽ ഐ ഡിയിൽ നിന്നാണ് പരാതി വന്നത്. വേറെ പരാതിയിലെ കോൺടാക്ട് നമ്പറോ മറ്റു വിവരങ്ങളോ ഇല്ലാത്തത് കൊണ്ട് മെയിലിൽ നമ്മൾ അവരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ബാക്കി വിവരങ്ങൾ തരാൻ വേണ്ടിയും മറ്റ് അതിനകത്ത് കേസിൻ്റെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ആവശ്യമുള്ള നടപടികൾ നമ്മൾ എടുക്കാൻ വേണ്ടി. അപ്പോൾ അത് ഇതുവരെ റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക്. അത് കിട്ടിയതോടുകൂടി നമുക്ക് ആവശ്യമുള്ള നടപടി എടുക്കാം. 2021 മുതൽ 23 വരെ കൊച്ചിയിലും കോഴിക്കോടും എത്തിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നായിരുന്നു യുവതിയുടെ പരാതി. ഇതിലാണ് തൃക്കാക്കര പോലീസ് ബലാത്സംഗ കുറ്റം ചുമത്തിയത്. ഇതിനിടെ വേടനെക്കുറിച്ചുള്ള പാഠഭാഗം കേരള സർവകലാശാല സിലബസിൽ ഉൾപ്പെടുത്തിയതിനെതിരെ BJP സിൻഡിക്കേറ്റ് അംഗം VC ക്ക് പരാതി നൽകി. വിഷ്ണു സുരേഷ്, 24, കൊച്ചി.